വെൽക്കം ടു സൺഷൈൻ ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈപ്പ് ലൈൻ ക്ലീനർ എന്ന് പറഞ്ഞ് നമുക്ക് ഓൺലൈനിൽ ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും ഈ സാധനം. അതിന് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇത് ഏത് ഷേപ്പിലും ഉണ്ടാക്കാം, ലില്ലി ഫ്ലവർ, ഡേസി ഫ്ലവർ എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം എടുത്ത് നമുക്കിതിനെ ഇങ്ങനെ ഒരു 4 ചുറ്റ് ചുറ്റുക. 3 4 4 ചുറ്റ് ചുറ്റണം. അങ്ങനെ എടുത്തു. ആ ചുറ്റ് ചുറ്റിയിട്ട് അതൊന്ന് വലിച്ചെടുക്കുക. എടുത്തിട്ട് നമുക്ക് ഇതിൽ ഈ അറ്റങ്ങളിൽ 2 ഭാഗത്തും ഇങ്ങനെ പിടിച്ച് മുറുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ തുറന്നു പോകും. അപ്പോൾ ആ പെറ്റൽ നമുക്ക് ഇതിൻ്റെ ഇത് ബാക്കി കിടക്കയില്ലേ, അപ്പോൾ അത് പിടിച്ച് ഇതിലോട്ട് ചുറ്റി കറക്കി വയ്ക്കണം 2 സൈഡും. ഈ അറ്റങ്ങൾ 2 നമുക്ക് ഈ സൈഡ് ചുറ്റാം. പിടിച്ച് ആ പെറ്റലിൽ തന്നെ പിടിച്ചങ്ങ് ചുറ്റിയാൽ മതി. എന്നിട്ടത് പൊസിഷൻ കറക്റ്റ് ചെയ്തങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് അടിയിൽ ആ വന്നത് നമുക്കതിൽ ചുറ്റി പിടിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പെറ്റൽ കിട്ടും. അങ്ങനെ 5 പെറ്റൽ ചെയ്യണം. 5 പെറ്റൽ ചെയ്തതിന് ശേഷമാണ് ബാക്കി കാണിക്കുന്നത്. ഞാൻ 2-3 എണ്ണം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി പഠിക്കുക. 2 അറ്റത്ത് ഇതുപോലെ കൊണ്ടുവന്ന് കെട്ടുപോലെ ഇട്ട് അതിൻ്റെ പെറ്റലുകൾ നേരെയാക്കി വയ്ക്കുക. അതൊരു കമ്പിയുണ്ട്, അപ്പോൾ അതിങ്ങനെ നമുക്ക് ഏത് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. കമ്പിയുടെ ഇതിലാണ് ആ സ്പോഞ്ച് പോലത്തെ ഒട്ടിച്ചിരിക്കുന്നത്. ഈ സാധനത്തിന് ചെന്നിലെ എന്നും പറയാറുണ്ട്. ചെന്നിലെ നമ്മൾ പൈപ്പ് ക്ലീനർ എന്ന് പറഞ്ഞാൽ ആമസോണിൽ അടിച്ചാൽ കിട്ടും. ലാസ്റ്റ് പിടിച്ച് ആ കഷ്ണം വെച്ച് ഇതിലോട്ട് മുറുക്കുമ്പോൾ എല്ലാം അങ്ങ് ഇരുന്നോളും. ഇനി നമുക്ക് ലീഫ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിങ്ങനെ പച്ച സാധനം എടുത്തിട്ട് ഇങ്ങനെ മടക്കി മടക്കി നമുക്ക് എത്ര ലീഫല്ല, ഇത് കാലിക്സാണ്, സോറി, ഇത് ഫ്ലവറിൻ്റെ അടിയിൽ വയ്ക്കുന്ന കാലിക്സാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതൊരു 5 എണ്ണം ഇങ്ങനെ മടക്കി മടക്കി എന്നിട്ട് ഓരോ പെറ്റലും ഇതുപോലെ മുറുക്കി വയ്ക്കുക.
ഇതിങ്ങനെ എടുത്ത് റൗണ്ടാക്കിയിട്ട് ഇത് പൂവിന് അടിയിലിരിക്കുന്ന കാലിക്സ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് അഞ്ച് വഴി ഇങ്ങനെ നമ്മളതിന് ഒരു കാലിക്സ് പോലെ ഇങ്ങനെ എടുക്കുക. അതായി കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു സ്റ്റെം എടുത്ത് അതിൻ്റെ നടുക്കൂടെ കുത്തി കയറ്റി അവിടെ ഒന്ന് ഉറപ്പിച്ച് വയ്ക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ പരന്നു പോവും. അപ്പം നമുക്ക് വേറൊന്നെടുത്ത് ഇതിൻ്റെ നടുക്കൂടെ കുത്തി വെച്ചിട്ട് അത് നമുക്ക് ഹോട്ട് ഗൺ കൊണ്ട് പ്രസ് ചെയ്ത് വയ്ക്കാം. അതിനെ പ്രസ് ചെയ്ത് വയ്ക്കാം. ഞാൻ കൈ എടുത്തെടുത്ത് വരുമ്പോൾ ഇങ്ങോട്ടായി പോകണം, അതാണ് കാണാൻ പറ്റാത്തത്. ആ സെൻറ്ററിൽ നമ്മൾ അടുത്ത സ്റ്റെം എടുത്തില്ലേ, ആ സ്റ്റെമ്മിനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് നടുക്ക്. അതങ്ങനെ ഇരുന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടെ പിരിന്നങ്ങ് പോവും, പരന്ന് പോവും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഹോട്ട് ഗൺ വെച്ച് പശ തേച്ചിട്ട് ഇനിയിപ്പോൾ ഫ്ലവറിനെ നമുക്ക് ഒട്ടിക്കാനുണ്ട് 5 പെറ്റലും. അതിൻ്റെ കഴുത്തിലിങ്ങനെ ഓരോന്ന് കൊടുത്ത് ഓരോ പെറ്റലായിട്ട് ഒട്ടിച്ച് വരണം. വരുമ്പോൾ അടുത്ത അവിടെയാണ് ഗ്യാപ്പുള്ളത്, എന്നിട്ട് അത് കൊടുക്കുക. അപ്പോൾ ഈ ഷേപ്പാണ് കിട്ടുന്നത് പൂവിന്. എന്നിട്ട് അടിയിലെ വശത്തെല്ലാം വെട്ടിക്കളയണം, കംപ്ലീറ്റ് വെട്ടി അത് അത്രയും വെട്ടിക്കളയണം. വെട്ടിയിട്ട് നടുക്ക് നമുക്കിനി ഇത് കൊടുക്കണമല്ലോ, ഫ്ലവറിൻ്റെ നടുക്കൊരു സാധനം കളർ മാറി ഈ പൂമ്പടി പോലത്തെ സാധനം കൊടുക്കണമല്ലോ, സ്റ്റേമൻ എന്ന് പറയുന്ന കണക്ക് അത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ബ്രൗണിലും വയ്ക്കാം കറുപ്പിലും വയ്ക്കാം. ഞാനിപ്പോൾ കറുപ്പ് വെച്ച്, എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചു. അപ്പോൾ ഒരു ഫ്ലവറായില്ലേ, അത് മൊത്തം ഒട്ടി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ. എല്ലാം ലാസ്റ്റിൽ അതിൻ്റെ ബാക്കി വരണം ഇതുപോലെ ചുറ്റി മാറ്റി വെച്ചിരുന്നാൽ മതി. പല കളർ ചെയ്ത് നിറച്ച് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. രണ്ടെണ്ണം ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ ഒന്ന് ചെയ്തത് മൂന്നാമത്തതാണ്. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കാം. ലീഫ് ഉണ്ടാക്കാനായിട്ട് 2 കുറുക്കയും ഇങ്ങനെ എടുത്തിട്ട് ഒരെണ്ണം വെച്ച് അത് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് അതിനെ കെട്ടുക. സെൻറ്ററിൽ കൊണ്ടുവന്ന് കെട്ടുമ്പോൾ അതവിടെ ഇരിക്കും. എന്നിട്ട് ആ 2 അറ്റവും പിടിച്ച് ഇതിൻ്റെ അറ്റത്തോട്ട് വയ്ക്കുക. അപ്പോൾ എത്ര ഇതായി? 5 ആയെന്ന് തോന്നുന്നു. 6 ആവുമായിരിക്കും. അപ്പോൾ അത്രയായി. ലീഫ് ഷേപ്പിൽ വരണം. അത് പിടിച്ച് വയ്ക്കുമ്പോൾ വരും. എന്നിട്ടൊരു ലീഫിനൊരു നീളം ഉണ്ടല്ലോ, ആ നീളത്തിൽ വരുമ്പം നമ്മളവിടെ വെച്ച് മുറുക്കി കൊടുക്കണം. ഇതിൻ്റെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട്. ഞാൻ ഇനി അടുത്ത ഇതിൽ ഞാൻ ഇടാം. എല്ലാവരും കാണണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ കുറവാണ്, പ്ലീസ് സബ്സ്ക്രിപ്ഷൻ ചെയ്യണം. അപ്പോൾ അത് ലീഫാണ്. അപ്പോൾ അതിന് നമുക്ക് അത്രയും ഇത് വേണ്ട, സ്റ്റെമ്മുകൾ വേണ്ട, ഇത്ര നീളം മതി നമുക്കതിൽ വയ്ക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം, ആ സ്റ്റെമ്മ് വെച്ച് തന്നെ അതിൽ മുറുക്കി വെക്കുകയും ചെയ്യാം.
ഇത് വേറൊരു ടെക്നിക്കാണ്, അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. പോട്ടിൽ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ ചുറ്റി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് അതിൻ്റെ സ്റ്റെം ചുറ്റി വെച്ചിട്ട് അതിൻ്റെ സ്റ്റെം തന്നെ വളച്ച് ഇതിൽ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചു. അപ്പോഴും നമുക്കിങ്ങനെ ഒരു ഗ്രീൻ എഫക്റ്റ് കിട്ടും അവിടെ. ഇത് ഇത്രയും നമ്മൾ ചെയ്ത് നോക്കിയതാണ് വെറൈറ്റി.